महालक्ष्मी माता की जय, सरस्वती माता की जय, दुर्गा परमेश्वरी की जय. അല്പം പോലുമഹന്തയെ തടയുവാനെന്നല്ലതിൻ മൂലമായി പിൽപ്പാടങ്ങളവായിടും ദുരിതവും ദൂരീകരിച്ചിടുവാൻ ത്വൽപാദാബ്ജമകുരുന്നിലനിശം കെൽപ്പോടനക്കം വിനാ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധത്തിലെ ദ്വിതീയ അധ്യായമാണ് നാം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. സൂര്യവംശ കഥകൾ. അതിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ മരീചി, മരീചിയുടെ പുത്രനായ കശ്യപൻ, കശ്യപൻ്റെ ദക്ഷപ്രജാപതിയുടെ 13 കന്യകമാരിൽ ജനിച്ച പുത്ര വംശത്തിൻ്റെ കഥകളെയാണ് പറഞ്ഞു വരുന്നത്. ആ മനുവിൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ഇക്ഷ്വാകു, ആ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൻ്റെ കഥകളെ അവിടെ പറഞ്ഞു വരുമ്പോഴാണ് ശര്യാദിയുടെ കഥ വരെ അവിടെ പറഞ്ഞു നിർത്തിയത്. ശ്രീമദ് ഭാഗവതത്തിൽ ഈ മേൽപ്പറഞ്ഞ ഇന്നലെ പറഞ്ഞതായിട്ടുള്ള പലരുടെയും കഥകൾ, ചിലരുടെ കഥകൾ വളരെ വിസ്തരിച്ചും ചിലരുടെ കഥകളെ ചുരുക്കിയും വർണ്ണിച്ചു പോയിട്ടുണ്ട്. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ അത്ര വിസ്തരിച്ചുകൊണ്ട് ആ കഥകളെ ഒന്നും പറയുന്നില്ല. ശര്യാദി ചരിതം വളരെ വിസ്തരിച്ചാണ് പറയണത്, അംബരീഷ ചരിതം വളരെ വിസ്തരിച്ചാണ് പറയണത്. പക്ഷേ അതൊന്നും ഇവിടെ അത്ര വിസ്തരിച്ച് പറയണില്ല, വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും കഥകൾ കേട്ടുകൊണ്ടിരുന്ന ജനമേജയൻ ചോദിക്കണു, ബ്രഹ്മജ്ഞ, അങ്ങ് പറഞ്ഞ കഥയിൽ എനിക്കൊരു സംശയമുണ്ട്. ശര്യാതീതൻ്റെ സുന്ദരിയായിട്ടുള്ള മകളെ അന്ധനായ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നിപ്പം അങ്ങ് പറഞ്ഞുവല്ലോ. വിരൂപയോ ഗുണഹീനയോ ലക്ഷണഹീനയോ ആയിരുന്നു പുത്രി എങ്കിൽ വേണമെങ്കിൽ ഇത്തരത്തിൽ അംഗവൈകല്യങ്ങളുള്ള മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊക്കെ വരാം. പക്ഷേ ഒരു രാജകന്യകയാണ് ഈ സുകന്യ. എല്ലാ രൂപലക്ഷണങ്ങളും തികഞ്ഞവളാണ്, അതീവ സുന്ദരിയാണ്. അങ്ങനെയുള്ള പുത്രിയെ വയോവൃദ്ധനായിട്ടുള്ള അന്ധനായിട്ടുള്ള ചവനൻ എന്ന ഋഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ആദ്യം തന്നെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അന്ധത മാറി, യുവത്വം കിട്ടി, അശ്വിനി കുമാരന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആദ്യം വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതിന് കാരണം എന്താണ് എന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ആ കഥയെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ആ കഥയെ വീണ്ടും ഇതാ പറഞ്ഞു കൊണ്ടുപോകണത്. ഇങ്ങനെ പരീക്ഷത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനമേജയൻ ചോദിച്ചത് കേട്ടപ്പോൾ വ്യാസൻ ചിരിച്ചുകൊണ്ട് ആ കഥയെ ഇവിടെ പറയാൻ തുടങ്ങി. വൈവസ്വത മനുവിൻ്റെ പുത്രനായി ശര്യാദി എന്നു പേരുള്ള രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയായിട്ട് 4000 സ്ത്രീകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അവരെല്ലാം രാജകന്യകമാരും സർവ്വലക്ഷണങ്ങളും തികഞ്ഞ സുന്ദരികളായിരുന്നു. എല്ലാ പത്നിമാരും രാജാവിന് പ്രിയപ്പെട്ടവരായിരുന്നു. അവർക്കെല്ലാവർക്കും കൂടി ഒരു പുത്രിയെ ജനിച്ചുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ 4000 ഭാര്യമാരിൽ ശര്യാദിക്ക് ഒരേ ഒരു പുത്രിയെ ഉണ്ടായുള്ളൂ. ആ പുത്രിയാണ്
സുന്ദരിയായിട്ടുള്ള സുകന്യ. അവളെ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മമാർക്കും എല്ലാം വളരെയധികം കണ്ണിലുണ്ണിയായിരുന്നു, പ്രിയപ്പെട്ടവളായിരുന്നു. ആ നഗരത്തിന് അവരുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് അധികം ദൂരമില്ലാതെ മാനസ സരസ്സിന് തുല്യമായിട്ടുള്ള ഒരു സരസ്സും ഉണ്ടായിരുന്നു. നല്ല ജലമുള്ള സരസ്. ഹംസം, കുളക്കോഴി, ചക്രവാകം മുതലായിട്ടുള്ള പക്ഷികളൊക്കെ അതിൽ വിഹരിച്ചു കൊണ്ടിരുന്നു. അതിനെ കുറിച്ച് കുറച്ച് ശ്ലോകങ്ങളിലൂടെ ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. ഏതായാലും ആ സരസിൻ്റെ അടുത്തുള്ള പരമ പവിത്രമായിട്ടുള്ള ഒരു പുണ്യസ്ഥലത്ത് ഭാർഗവ കുലജാതനും ശാന്തനും താപസനുമായിട്ടുള്ള ച്യവനൻ ഏകാഗ്രചിത്തനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയം അദ്ദേഹം മൗനമായിരുന്ന് പ്രാണനെ നിയന്ത്രിച്ച് ഇന്ദ്രിയ സംയമനങ്ങളൊക്കെ ചെയ്ത് തപോനിധിയായിട്ട് ആഹാരമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജലപാനം പോലും കഴിക്കാതെ ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ക്രമേണ ചിതൽപുറ്റ് വന്ന് മൂടി. അതിൻ്റെ മുകളിലൊക്കെ വള്ളികളൊക്കെ വന്ന് പൊതിഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് അവിടെയെല്ലാം എറുമ്പുകൾ വന്ന് നിന്നു. ചിതൽപുറ്റ എന്ന് പറയുന്നത് തന്നെ ഒരു ജാതി എറുമ്പ് വർഗത്തിലുള്ള പ്രാണികളെ, ചിതൽ പ്രാണികളാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ച്യവനൻ ഒരു മൺകൂമ്പാരത്തിനുള്ളിൽ പെട്ടുപോയി. ഒരിക്കൽ ശര്യാദി രാജാവ് തൻ്റെ പത്നിമാരോടുകൂടി ഈ ഉത്തമ സരസ്സിൽ വിഹരിക്കാനായിട്ട് വന്നു ചേർന്നു. കമലങ്ങൾ നിറഞ്ഞ പൊയ്കയിലെ ശുദ്ധജലത്തിൽ ഇറങ്ങി ഭാര്യമാരോടൊത്തുകൊണ്ട് ജലക്രീഡകൾ ചെയ്ത് വിഹരിച്ചു വരുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള ഈ സുകന്യ സഖിമാരോടുകൂടി വനത്തിലെ പൂക്കളന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടന്ന അവൾ ഇങ്ങനെ നടന്ന് ഈ ചമന മഹർഷി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മൺപുറ്റിൻ്റെ അടുത്ത് എത്തി എന്നാണ് പറയണത്. അവിടെ നോക്കുന്ന സമയത്ത് ആ പുറ്റിൻ്റെ വിടവിൽ കൂടി മിന്നാമിനുങ്ങ് പോലെ എന്തോ രണ്ട് തിളക്കം പുറത്തേക്ക് വരുന്നതായിട്ട് അവൾ കണ്ടു. അത് എന്താണ് എന്ന് അറിയാൻ ആഗ്രഹിച്ച അവൾ ഒരു മൂർച്ചയുള്ള മുള്ളെടുത്ത് ആ തിളക്കം, ആ രശ്മികൾ വരുന്നതായിട്ടുള്ള ഭാഗം രണ്ടും മുള്ളുകൊണ്ട് തൊണ്ടി നോക്കി. ആ സമയത്ത് ആ കന്യകാമുനിയുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെയുള്ള അവളെ കണ്ടിട്ട് ച്യവനൻ ചോദിച്ചു, എന്താണിത്? ദൂരെ പൊക്കോളൂ, ഞാനൊരു താപസനാണ്, മുള്ളുകൊണ്ട് ഇപ്പോൾ മൺപുറ്റ് തൊണ്ടി കീറരുത് എന്നൊക്കെ അവളോട് പറഞ്ഞുവെങ്കിലും അവൾ അത് കേട്ടില്ല. എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വീണ്ടും ആ മുള്ളുകളെ കൊണ്ട് കുത്തി. പക്ഷേ ഇപ്രാവശ്യം ആ കുത്തേറ്റത് ച്യവന മഹർഷിയുടെ കണ്ണുകൾക്കായിരുന്നു എന്നാണ് പറയണത്. ഭാഗ്യദോഷം എന്നല്ലാതെ എന്തു പറയാനാ. അങ്ങനെ ആ ച്യവന മഹർഷിയുടെ രണ്ട് കണ്ണുകളെയും ആ മുള്ളുകൾ കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. പരമകോപിഷ്ഠനായ അദ്ദേഹം കണ്ണ് കുത്തിത്തേറിയത് നിമിത്തം വളരെ കോപിച്ചു. അതിൻ്റെ വേദനകളും അദ്ദേഹം അനുഭവിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ, അവിടെ പോയിരുന്ന രാജാവിൻ്റെ കൂടെ പോയിരുന്ന
സൈനികർക്കും മറ്റുമെല്ലാം മലമൂത്ര തടസ്സങ്ങളുണ്ടായി എന്നാണ് പറയണത്. എന്തായാലും കഥ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുക കാരണം കൊണ്ട് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.